ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാരായണീയം കഴിഞ്ഞ ക്ലാസ്സിൽ നാരായണീയത്തിൻ്റെ 53-ാം ദശകം ധേനുക വധമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ധേനുകൻ എന്ന അസുരനെ കൊന്ന് ആ ധേനുക വനത്തെ എല്ലാവർക്കും കയറാനും ഒക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഭഗവാൻ. ഇന്ന് 54-ാമത്തെ ദശകമാണെന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നതും നമ്മൾ കഥയൊക്കെ ഒന്ന് നോക്കുന്നതും. അതിൽ 54-ാം ദശകത്തിൽ കാളിയമർദ്ദന ലീലയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ സൗരഭി മഹർഷി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാന്റെ ഭക്തനായ സൗരഭി മഹർഷി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കാളിന്തി ജലത്തിൽ 12 വർഷത്തോളം ജലസമാധി തപസ്സനുഷ്ഠിച്ചു എന്നും, ആ സമയത്ത് ഒരുപാട് മീനുകൾ ഇങ്ങനെ ചുറ്റും വന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് മീനുകളോട് വാത്സല്യം തോന്നിയെന്നും മഹർഷിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഗരുഡൻ, വിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ഗരുഡൻ, അപ്പോൾ പിന്നെ വലിയ പരാക്രമിയാണ് ഗരുഡൻ, കശ്യപൻ്റെ പുത്രനാണ്, അമ്മ വിനതയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഗരുഡൻ ഒരിക്കൽ വന്നിട്ട് പിന്നെ വിശന്നപ്പോൾ ഒരു മീനിനെ ഭക്ഷിച്ചു. അപ്പോൾ കശ്യപ മഹർഷിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ടായി. കാരണം അവിടെ മഹർഷിക്ക് ഈ മീനുകളോട് വന്ന ഒരു സ്നേഹം, ആ ഒരു മമതാബന്ധം, അതുകൊണ്ടാണ് ദേഷ്യം വന്നിട്ട് ഗരുഡനെ ശപിച്ചത്. അപ്പോൾ ഗരുഡനെ ശപിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ജന്തുക്കളെ ഭക്ഷിക്കുകയാണെങ്കിൽ നീ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് വരുന്ന മഹർഷിമാർക്ക് ഇങ്ങനെ സ്നേഹബന്ധങ്ങളും മമതയും ഒന്നും പാടില്ലാത്തതാണ്. അപ്പോൾ അത് ഒരു ഗരുഡനെ പോലെ ഒരു വലിയ പരാക്രമിയെ പോലും ശപിക്കാനിടയാക്കിയെന്ന്, അങ്ങനെ ഒരു തത്വം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗരുഡനെ ശപിച്ചു. പിന്നെ കദ്രു എന്ന് പറയുന്ന സർപ്പങ്ങളുടെ എല്ലാം മാതാവായിട്ടുള്ള പിന്നെ കദ്രുവിൻ്റെ ദ്രോഹം കൊണ്ട് വിനത ഗരുഡൻ്റെ മാതാവിനെ ദാസ്യമേൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ അതിൽ ഗരുഡന് സർപ്പങ്ങളോടൊക്കെ ശത്രുതയായി. അങ്ങനെ ഗരുഡൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞതിനനുസരിച്ച് സർപ്പങ്ങൾ എല്ലാ കർത്തവാവ് ദിവസവും ഗരുഡന് ബലി സമർപ്പിച്ചു. അങ്ങനെ ആ ബലി നിവേദ്യം കഴിക്കാനായിട്ട് ഒരിക്കൽ വന്നപ്പോൾ പിന്നെ കാളിയൻ എന്ന വിഷവീര്യമുള്ള സർപ്പം ഈ നിവേദ്യം ഭക്ഷിച്ചു. അപ്പോൾ ആ സമയത്ത് ഗരുഡൻ തൻ്റെ ഇടത്തെ ചിറക് കൊണ്ട് കാളിയനെ അടിച്ച് ഓടിച്ചു എന്നും, അപ്പോൾ കാളിയൻ അഭയം പ്രാപിച്ചത് കാളിന്തി ജലത്തിലാണ്. കാരണം അവിടെ സൗരഭി മഹർഷിയുടെ തപസ് ചെയ്യുന്നത് കൊണ്ടും ശാപമുള്ളത് കൊണ്ടും ഈ ഗരുഡൻ അങ്ങോട്ട് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടേക്കാണ് പോയത്. അങ്ങനെ കാളിന്തി ജലത്തിൽ കാളിയൻ താമസം ഉറപ്പിച്ചു. അതോടുകൂടി കാളിന്തി ജലം വിഷമയമാവുകയും അതിൻ്റെ തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ ഈ വിഷക്കാറ്റേറ്റ് ഉണങ്ങുകയും ഈ വിഷജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ പക്ഷികളൊക്കെ ചത്തു വീണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്രയും വിഷമുള്ള ആ ഒരു കാളിയൻ്റെ ദർഭം അടക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരിക്കൽ കൃഷ്ണനും ഗോക്കളും അതുപോലെ ഗോപബാലന്മാരൊക്കെ കൂടെ യമുന നദിയുടെ തീരത്തൂടെ നടക്കുമ്പോൾ ഈ കാളിന്തി ജലത്തിൽ നിന്ന് നല്ല ദാഹം, വേനലായിരുന്നു. അപ്പോൾ കുറേ വെള്ളമൊക്കെ എടുത്ത് ഗോക്കളും ഗോപബാലന്മാരും കുടിച്ചു. അങ്ങനെ കുടിച്ചപ്പോൾ പിന്നെ അവരെല്ലാം ഈ വിഷജലം പാനം ചെയ്തതുകൊണ്ട് മരിച്ചു വീണു. അപ്പം ഭഗവാൻ പക്ഷെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ കാരുണ്യമായ നോട്ടം കൊണ്ട് ഒന്ന് കടാക്ഷിച്ചേ ഉള്ളൂ. ഇവരെല്ലാം വീണ്ടും ഈ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഗോപന്മാർക്ക് മുമ്പ് അനുഭവിക്കാത്ത ഒരു ആനന്ദമൂർച്ഛയും അനുഭൂതിയും ഒക്കെ ഉണ്ടായി എന്നും
അവർ ഭഗവാനെ ആലിംഗനം ചെയ്ത് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ അവർ വിചാരിച്ചത് ഈ കാളിന്തിയിലത്തെ വിഷജലം കുടിച്ചത് കൊണ്ടാണോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായതെന്ന്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ കടാക്ഷത്താലാണ് അവർക്ക് ഈ ആനന്ദ ഒരവസ്ഥ അവർക്ക് ഉണ്ടായത്. അതവർ അറിയുന്നില്ല. പിന്നെ അവരറിഞ്ഞു, അവർക്കറിയാം ഭഗവാന്റെ ലീലകളൊക്കെ അവർ ഒരുപാട് കണ്ടതാണല്ലോ ഗോപന്മാരൊക്കെ. അപ്പോൾ അവർക്കറിയാം. എന്നാലും അവരിങ്ങനെയും വിചാരിച്ചു, ഈ കാളിന്തിയിലെ ജലത്തിൻ്റെ ആ വിഷജലത്തിൻ്റെ സ്വാധീനമാണോ ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരു ആനന്ദ അനുഭൂതിയും ഒക്കെ ഉണ്ടാവാൻ കാരണം എന്ന് അവർ സംശയിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാന്റെ കാരുണ്യത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഒരു എന്താ പറയുക, എല്ലാ ലീലകളും കണ്ട അവർ ഭഗവാനെ ആലിംഗനം ചെയ്ത് അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. പിന്നെ പശുക്കുട്ടികൾക്കും അവരും ഉയർത്തെഴുന്നേറ്റല്ലോ. അപ്പോൾ അവർക്കും പക്ഷെ അവർക്കും ഒരുപാട് സന്തോഷവും അനുഭൂതിയൊക്കെ ഉണ്ടായത് അവർ പ്രകടിപ്പിച്ചത് ഭഗവാന്റെ ചുറ്റും പശുക്കുട്ടികൾ ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നു എന്നും അവരുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നും അവർ മന്ദം അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതാണല്ലോ അവരുടെ ഭാഷ. അവരുടെ സ്വാധീനം, അവരുടെ ഭാഷാ സ്വാധീനം വേറെ ഭാഷ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജീവൻ പോയിട്ടും ആ ജീവൻ കിട്ടിയ ഗോപന്മാർ ഭഗവാന്റെ ആ ഒരു വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആരോഗ്യമുള്ളവരായതുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചു, അങ്ങനെ സന്തോഷമുള്ളവരായി. അപ്പോൾ ആ ഒരു കടാക്ഷം ലഭിക്കണേ എന്ന്, ആ ഒരു കടാക്ഷം ഞങ്ങളുടെ നേരെയും ചൊരിയണേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ പാരായണം ചെയ്യാം. 55-ാം ദശകമാണ്. 55-ാം ദശകം 54-ാം ദശകം കാളിയമർദ്ദനം. ഇവിടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയത്തെ ആദ്യത്തെ ശ്ലോകം എന്ന് ചൊല്ലാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കാളിയമർദ്ദന 54-ാം ദശകം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. തത്സേവോത്ക സൗരഭിർനാമപൂർവം കാളിന്ദ്യന്തർദ്വാദശാബ്ദം തപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യം സാക്ഷാത് ഐക്ഷതാഗ്രേ കദാചിത് തദാഹം തം സക്ഷുദം തൃക്ഷസൂനും മീനം കശ്ചിത് ജക്ഷദം ലക്ഷയൻ സഹ തപ്തശ്ചിത്തേ ശബ്ദവാനസ്ത്ര ചേത്വം ജന്തൂൻ ഭോക്ത ജീവിതം ചാഭിമോക്ത. തസ്മിൻ കാലേ കാളിയക്ഷ്വേളസദർപ്പാത് സർപ്പാരാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാത് ത്വത്പദാംബോജവാജ പക്ഷക്ഷിപ്തസ്തദുരാപം പയോ അഗാത്. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരേ വൃക്ഷവിക്ഷദാക്ഷ്വേളവേഗാത് പക്ഷിവ്രാതാപേതുരഭ്രേ പദന്തഃ കാരുണ്യാർത്ഥം ത്വന്മനസ്തേന ജാതം. കാലേ തസ്മിന്നേകദാ സീരപാണിം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമ ഗ്രീഷ്മഭീഷ്മോഷ്മ തപ്താ ഗോപാലാ വ്യാപിബൻ ശ്വേളതോയം. നശ്യജ്ജീവാൻ വിച്യുതാൻ സ്നാതലേതാൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്രഃ പ്രാപി ഉപാന്തം ജീവയാമാസി ദദ്രാഗ് പീയൂഷാംഭോ വർഷിഭിക് ശ്രീകടാക്ഷൈ.
കിം കിം ജാതോ ഹർഷവർഷാതിരേകഃ സർവാംഗേഷു ഇതി ഉത്ഥിതാ ഗോപസംഗാഃ ദൃഷ്ട്വാഗ്രേ ത്വാം തത്കൃതം തദ്വിദന്ത ത്വാം ആലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാഃ ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്ഫീതാനന്ദാസ്ത്വം ച ദൃഷ്ട്വാ പുരസ്താദ് ദ്രാവാ വവ്രോഃ സർവതോ ഹർഷഭാഷ്പം വ്യാമുഞ്ജന്തോ മന്ദമുദ്യന്നിനാദാഃ രോമാഞ്ചോയം സർവതോ നഃ ശരീരേ ഭൂയസി അന്ത കാചിദ് ആനന്ദമൂർച്ഛാഃ ആശ്ചര്യോയം ശ്വേളവേഗോ മുകുന്ദേതി ഉക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ അഭൂഃ ഏവം ഭക്താന്മുക്തജീവാനപി ത്വം മുഗ്ധാ അഭാംഗൈർ അസ്തരോഗാൻ സ്തനോഷി താദൃഗ്ഭൂതസ്പീത കാരുണ്യഭൂമാ രോഗാത് പായാ വായുഗേഹാദിവാസാഃ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 54-ാം ദശകം കാളിയമർദ്ദനലീല ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ 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 കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം തദംഗേശ്വര്യസമുദ്രം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവശദ്യുതരിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രദിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതിക നിഗദിതം വിശ്വനാഥ ക്ഷമേതാ ശ്രോത്രം ചെയ്ത സഹസ്രോത്രമധികതരം ത്വത്പ്രസാദായ ഭൂയാദ്വേദാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫിതം ലീലാവതാരൈർദമിഹ കൃതാം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.